Chapter 9, Medieval Kerala. So we have learned medieval world, medieval India. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടതാണ് medieval Kerala. We have discussed the history of medieval India in previous chapters. നമ്മൾ ഇതിനു മുമ്പ് medieval ഇന്ത്യയെ കുറിച്ച് നമ്മൾ പഠിച്ചു, കൾച്ചറിനെ കുറിച്ച് പഠിച്ചു, എന്തൊക്കെ കൾച്ചേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പഠിച്ചു, എന്തൊക്കെയായിരുന്നു ലിറ്ററേച്ചറിൽ വന്ന മാറ്റം എന്നുള്ള കാര്യം പഠിച്ചു. സോ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, ആ ഒരു മിഡീവിയൽ ഏജിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. Now let's discuss the social life in Kerala during the period. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിന്റെ ആ ഒരു സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമുക്കിവിടെ നോക്കാം. എല്ലാവരും വീഡിയോ ഓണാക്കി. ആദിത്യൻ, ഷാനു, യമി, ദിയ, അതിൽ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചോ, എന്നാലേ നിനക്ക് ശകലമെങ്കിലും കേൾക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും വീഡിയോ ഓണാക്കി വെക്കുക. ഇനി വീഡിയോ ഓഫ് ആക്കല്ലേ. ആദിത്യൻ, ഷാനു. Okay, copper plates are the important source of history of medieval Kerala between the 9th and the 18th century C. അപ്പോ ഈ ഒരു 9th സെഞ്ചുറിക്കും 18th സെഞ്ചുറിക്കും ഇടയ്ക്ക്, അല്ലെങ്കിൽ ഈ ഒരു മിഡീവൽ പീരീഡില് ഈ കോപ്പർ പ്ലേറ്റ്സ് ആണ്. അപ്പൊ ഇവിടുത്തെ ആ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോപ്പർ പ്ലേറ്റ്സ് ആണ് അവര് കൂടുതലും യൂസ് ചെയ്തിരുന്നത്. എന്തിനൊക്കെ? ഈ ഒരു ഇതിന് മലയാളത്തിൽ ചെപ്പേടുകൾ എന്ന് പറയും. അതായത് ഈ എഴുതാനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നായിരുന്നു. ഇതിപ്പോ നോക്കിക്കേ, ജസ്റ്റ് ഇത് കണ്ടോ, പല കാര്യങ്ങളും അവരിതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ കൂടുതലും. അതായത് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് എഴുത്തിലൂടെ കാര്യങ്ങൾ അറിയിക്കുന്നത്, അത്തരത്തിലുള്ള ഇതൊക്കെ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ്, ഇതെല്ലാം കൊടുത്തിരുന്നത് ഇത്തരത്തിലുള്ള കോപ്പർ പ്ലേറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ആയിരുന്നു. The picture of such a copper plates is given below. അപ്പോൾ ഈ ഒരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Are you familiar with the script used in it? നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു സ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയാവോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ്? ആ, കണ്ടിട്ടുണ്ടോ? ഇവിടെ ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഒരു ആൻസർ പറയേ. ഇല്ല, കണ്ടിട്ടില്ല. ഇതും ചില ക്ഷേത്രങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിലുള്ള ഇത് ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ടാവും. ചില ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ പഴയ പള്ളികളില്, അല്ലെങ്കിൽ പഴയ കെട്ടിടങ്ങളൊക്കെ നോക്കിയാൽ മതി, അതിൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. അപ്പോ ഇത് ഇവിടെ ഈ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു പഴയകാല ലിപിയാണ്. The script used here is വട്ടെഴുത്ത് ആൻഡ് ഓൾഡ് സ്ക്രിപ്റ്റ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇവിടെ ഒരു പഴയകാല വട്ടെഴുത്ത് എന്ന് പറയുന്നത് ഒരു പഴയകാല സ്ക്രിപ്റ്റ് ആണ്, ഇവിടെ യൂസ് ചെയ്തിരുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റ്, അപ്പോൾ സ്ക്രിപ്റ്റ് അത് നമുക്ക് കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ എന്ത് സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ അതിന്റെ പേരാണ് വട്ടെഴുത്ത്. This copper plates is a record of rights sanctioned to Anjuvarnam, a group of traders by Bhaskara Ravi, a medieval ruler of Kerala based at Mahodepuram. അപ്പോൾ മഹോദയപുരം എന്ന സ്ഥലത്ത് ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഒരു റൂളർ, പുള്ളിക്കാരന്റെ പേരാണ് ഭാസ്കര രവി. 5 വെണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു രാജാവ്, അല്ലെ ഈ ഒരു റൂളർ. വീഡിയോ ഓണാക്കി വെക്ക് ഷാനു. 5 വണ്ണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കച്ചവടക്കാർക്ക് സാങ്ഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സാങ്ഷനായി കൊടുത്തിട്ടുള്ള ഒരു കോപ്പർ പ്ലേറ്റ്, അല്ലെങ്കിൽ ഒരു കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സ്ക്രിപ്റ്റിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ പുള്ളിക്കാരന്റെ റൂളർ എവിടെയായിരുന്നു? മഹോദയപുരം. Do you know where Mahodepuram was located? Let's have an inquiry into Mahodepuram, its ruler and their life of the people.
അപ്പൊ നമുക്ക് എവിടെയാണ് മഹോദയപുരം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇതിലൂടെ നോക്കാം. അപ്പോ ഇതില് ആൽഫിൻ കേൾക്കാൻ പറ്റത്തില്ലടാ? നിന്റെ ഇവിടുന്ന് ഒരു ഹൗളിംഗ് വരുന്നുണ്ട് കേട്ടോ. നിന്റെ ഇപ്പൊ ഓക്കെ ആണോ? കുറച്ചെങ്കിലും ഓക്കെ ആണോ? ഓക്കെ. കോപ്പർ പ്ലേറ്റ്. എടാ അതില് നിന്റെ കാര്യത്തില് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിന്റേത് അവിടുത്തെ ആ ഒരു ഇഷ്യൂ ചെയ്യാൻ. Copper plates with inscriptions were used as document in ancient times. അപ്പോ ഈ പഴയ കാലത്ത് ഈ ഒരു കോപ്പർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഈ എഴുതിയതിനു ശേഷം പല പല ലിപികൾ യൂസ് ചെയ്ത് എഴുതിയതിനു ശേഷം അതൊരു ഡോക്യുമെന്റ് ആയിട്ട് അവർ യൂസ് ചെയ്തിരുന്നു. The official documents given by the chieftains to temples and tradesmen were mainly on such copper plates. അപ്പോ ഈ ചീഫ്റ്റൻസ് എന്ന് പറയുന്നത് പണ്ടത്തെ നാടുവാഴികൾ. അവര് ഈ ഒരു ഡോക്യുമെന്റ്സ് ആർക്കൊക്കെയാ? കച്ചവട സംഘത്തിനും കൊടുക്കും, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾക്കും കൊടുക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് കാണാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഈ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ കച്ചവടക്കാർക്കും എല്ലാം ഈ ഒരു കോപ്പർ പ്ലേറ്റ്സിലായിരുന്നു അവരുടെ ആ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് കൊടുത്തിരുന്നത്. തെരുസാപ്പള്ളി and Jewish copper plates are the example. അപ്പൊ തെരുസാപ്പള്ളി പ്ലേറ്റ്സും അതുപോലെ തന്നെ Jewish copper plates ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. In some of the plates the chieftains reigning period is also recorded. അപ്പോ ഈ ചില കോപ്പർ പ്ലേറ്റ്സുകളിലാണെങ്കിൽ ഈ രാജാവ് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ നാടുവാഴികൾ ഭരിച്ചിരുന്ന വർഷം അല്ലെ ഭരിച്ചിരുന്ന ആ ഒരു സമയത്തെയും ഇതിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ പർപ്പസിനാണ് കൂടുതൽ ഈ കോപ്പർ പ്ലേറ്റ്സ് അവർ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇത്രയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് നമ്മൾ ഈ മഹോദയപുരവും അതുപോലെ തന്നെ അവിടുത്തെ രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ പെരുമാൾസ്. കേരള വാസ് എ പാർട്ട് ഓഫ് ദ ആൻഷ്യന്റ് തമിഴകം റൂൾഡ് ബൈ മൂവൻഡാസ്. അപ്പൊ മൂവന്തർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഭരിച്ചിരുന്ന തമിഴകം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പെട്ടിരുന്നതായിരുന്നു നമ്മുടെ കേരളം. കേരളം എന്ന് പറയുന്നത് ഭരിച്ചിരുന്ന പ്രാചീന കാലത്ത് അല്ലെ പഴയ കാലത്ത് ഈ തമിഴകത്തിൽ ഈ മൂവന്തന്മാരുടെ ഭരണത്തിലായിരുന്നു നമ്മുടെ കേരളവും ഉണ്ടായിരുന്നത്. അല്ലെ കേരളവും അവരുടെ ആ ഒരു പാർട്ടായിരുന്നു. We have discussed the ancient Tamilagam in the previous class. അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ ഇത് തമിഴകത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് ചാപ്റ്ററിലോ അങ്ങനെ എന്തെങ്കിലും. A kingdom based at Mahodayapuram was established by the 9th century CE. അപ്പോ ഈ മഹോദയപുരത്ത് ഒരു സാമ്രാജ്യം രൂപപ്പെട്ടത് അല്ലെങ്കിൽ ഈ രാജഭരണം നിലവിൽ വന്നത് ഈ ഒരു 9th സെഞ്ചുറിയിലാണ്. 9ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു മഹോദയപുരത്തുള്ള ഈ ഒരു കിങ്ഡം ഫോം ചെയ്ത് വന്നത്. The rulers of the kingdom were known as പെരുമാൾസ്. അപ്പൊ അവരെയാണ് ഈ പെരുമാൾ ദേശം അല്ലെ മഹോദയപുരത്താണ് ഈ മഹോദയപുരം ഭരിച്ചിരുന്ന ആൾക്കാരെ നമ്മൾ ഈ പെരുമാൾ എന്ന് പറയും, അല്ലെ പെരുമാൾസ് എന്ന് പറയും, പെരുമാക്കൾ. The present Kodungallur and the surrounding areas were known as Mahodayapuram in those days. അപ്പോ ഇന്നത്തെ കാലത്ത് ഈ ഒരു നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ എവിടെയാണെന്നറിയാവോ? കൊടുങ്ങല്ലൂർ എവിടെയാണെന്നറിയാവോ? ഇപ്പോഴേ അറിയില്ല. ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ, നമ്മുടെ തൃശ്ശൂർ കേട്ടിട്ടുണ്ടല്ലോ? തൃശ്ശൂർ കേട്ടിട്ടുണ്ടോ? തൃശ്ശൂർ ഡിസ്ട്രിക്ട് കേട്ടിട്ടുണ്ടോ? തൃശ്ശൂരിലുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ സ്ഥലം കേന്ദ്രമാക്കി അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു
കൊടുങ്ങല്ലൂർ, സോറി, ഇന്നത്തെ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ അന്നത്തെ മഹോദയപുരം. അതായിരുന്നു ഈ ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഈ രാജഭരണം നടത്തുന്ന സ്ഥലം. അലീന ഷാനു വീഡിയോ ഓണാക്ക്. ഓക്കെ. The present കൊടുങ്ങല്ലൂർ ആൻഡ് സറൗണ്ടിങ് ഏരിയാസ് വേർ ദ മഹോദയപുരം ഇൻ ദോസ് ഡേയ്സ്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ കൊടുങ്ങല്ലൂരും അല്ലെങ്കിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് അന്നത്തെ ആ ഒരു മഹോദയപുരം എന്ന് പറയുന്നത്. ദ പെരുമാൾസ് വേർ ഓൾസോ നോൺ ആസ് ചേരാസ് ആൻഡ് ചേരമൻസ്. അപ്പൊ ചേരൻ എന്നും ചേരമാൻ എന്ന പേരുകളിലും അവർ അറിയപ്പെട്ടിരുന്നു. ഇത് ഹിസ്റ്ററി. ഇത് നമ്മൾ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. Some of these rulers adopted the title കുലശേഖര. അപ്പൊ അതിൽ തന്നെ ചില രാജാക്കന്മാര് അവര് കുലശേഖര എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. മോസ്റ്റ് റീജിയൻസ് in the present Kerala were under the rule of the Perumals. അപ്പോൾ ആ സമയത്ത് ഈ ഒരു പെരുമാൾ അല്ലെങ്കിൽ ഈ പെരുമാൾ ദേശം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു മഹോദയപുരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ ഭരിച്ചിരുന്നത് ഈ പെരുമാൾ ആയിരുന്നു. അപ്പോൾ പെരുമാൾ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെ അവര് ചേരാസ് എന്നും അല്ലെങ്കിൽ ചേരമൻ എന്നും അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അതിൽ കുറച്ച് റൂളേഴ്സിനെ കുലശേഖര എന്നും അതിൽ അറിയപ്പെട്ടു. അപ്പൊ ഇതൊരു കഥ പോലെ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ഇന്ന സ്ഥലത്ത് കൊടുങ്ങല്ലൂർ, അല്ലെ ഇന്നത്തെ കൊടുങ്ങല്ലൂർ, അല്ല എങ്കിൽ പണ്ടത്തെ മഹോദയപുരം. അവരറിയപ്പെട്ടിരുന്ന പെരുമാൾ എന്നായിരുന്നു. അവർക്ക് വേറൊരു പേരുണ്ടായിരുന്നു ചേരാസ് എന്നും ചേരമനെന്നും. അതുപോലെ തന്നെ ചില രാജാക്കന്മാരെ കുലശേഖര എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിൽ നിങ്ങളത് ഓർത്ത് വയ്ക്കുക. മോസ്റ്റ് റീജിയൻസ് ഇൻ ദ പ്രസന്റ് കേരള വേർ അണ്ടർ ദ റൂൾ ഓഫ് പെരുമാൾ. അപ്പൊ ഈ കേരളത്തിന്റെ കൂടുതൽ റീജിയൻസും അവരുടെ ഈ ഒരു പെരുമാൾ എന്ന് പറയുന്ന ഇവരുടെ അണ്ടറിൽ ആയിരുന്നു. Read the map and identify the regions under the reign of the Perumal's. List the nadus. അപ്പൊ ഈ നാടുകൾ എന്നായിരുന്നു അവര് ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന നാട് അല്ലെ പല നാടുകൾ എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഈ ഒരു ടൈമില് അല്ലെ C800 തൊട്ട് C1122, അതായത് 1122 വർഷം വരെയൊക്കെയായിരുന്നു ഈ ഒരു പെരുമാൾ പീരീഡ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ കൊലത്ത് നാടു ടു വേണാട്. അപ്പൊ ഈ വേണാട് കോലത്ത് നാട് തൊട്ട് ഈ ഒരു വേണാട് വരെ അവരുടെ അണ്ടറിൽ ആയിരുന്നു. കണ്ടോ, ഇത്രയും വലിയൊരു, അത് കേരളത്തിന്റെ എല്ലാ പ്രദേശവും ഇവിടെ ആയിരുന്നു. പക്ഷെ അവരവിടെ ഭരിച്ചിരുന്ന അല്ലെ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഇവിടെ ഈ കൊടുങ്ങല്ലൂർ, അല്ല എങ്കിൽ പണ്ടത്തെ മഹോദയപുരം ഇവിടെ. അപ്പൊ ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ കേരളം കംപ്ലീറ്റ് ആയിട്ട് ആ ഇവിടെ കൊല്ലം കഴിഞ്ഞ് ഇവിടെ ട്രിവാൻഡ്രം ഈ ഒരു റീജിയനിൽ മാത്രം അവരുണ്ടായിരുന്നു, ഇത് പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ കേരളത്തിന്റെ മിക്ക ഭാഗവും അവരുടെ കൺട്രോൾ അല്ലെങ്കിൽ അവരായിരുന്നു ഭരിച്ചിരുന്നത്. അതായത് എങ്ങനെയാ, ഒരു രാജഭരണം, അത് കഴിഞ്ഞിട്ട് അതിന്റെ അണ്ടറിൽ കുറെ നാടുവാഴികൾ, ആ രീതിയിലായിരുന്നു ഇവർ ഭരിച്ചിരുന്നത്. You can see that the reign of the Perumal extended from കോലത്തുനാടു in the north to വേണാട് in the south. അപ്പോൾ നോർത്തില് കോലത്തുനാട് തൊട്ട് സൗത്തില് വേണാട് വരെ ഇത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഭരണം ഉണ്ടായിരുന്നു. Let's examine the socio-economic features of these regions during the reign of Perumals. അപ്പോൾ അവിടുത്തെ ആ ഒരു സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ ഫ്ലറിഷ്ഡ് ഇൻ ഏരിയ ക്ലോസ് ടു വാട്ടർ റിസോഴ്സസ്. അപ്പോ ഈ ഒരു ജലലഭ്യതയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ വാട്ടർ, അതായത് ഇവിടെ നോക്കി പെരിയാർ റിവർ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഏതൊക്കെയാ, ചാലിയാർ റിവർ ഒഴുകുന്നുണ്ട്, പിന്നെ വളപട്ടണം റിവർ ഒഴുകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഈ ഒരു പുഴകളെല്ലാം ഒഴുകുന്ന അല്ലെങ്കിൽ വെള്ളത്തിന് ലഭ്യത ഉള്ള സ്ഥലങ്ങളില് അഗ്രികൾച്ചർ നല്ല രീതിയിൽ പുരോഗമിച്ചു വന്നു. ബ്രാഹ്മിൻസ് എസ്റ്റാബ്ലിഷ് their പവർ ഇൻ അഗ്രികൾച്ചറൽ വില്ലേജസ്. അപ്പോ കാർഷിക ഗ്രാമങ്ങളില് ഈ ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ ഈ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട അവർ
ഈ ഒരു എന്താ പറയുക പവർ, അത് അവരൊരു കയ്യേറ്റം നടത്തി. കയ്യേറ്റം എന്ന് പറഞ്ഞാൽ കയ്യേറ്റം എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ആ ഒരു അധികാരം അവരവിടെ സ്ഥാപിച്ചു. നല്ല രീതിയിൽ അഗ്രികൾച്ചറും എല്ലാം ഉള്ള ആ ഒരു നാട്ടില് ഈ ഒരു ബ്രാഹ്മിൺസ് കൂടുതൽ അധികാരം ഏറ്റെടുത്തു. Temples developed as center of power. അപ്പോ ഈ ഒരു ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നു. അപ്പോൾ ക്ഷേത്രങ്ങൾക്ക് അത്രയും ആ ഒരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ എല്ലാ തീരുമാനങ്ങളും ക്ഷേത്രം വഴി എന്നുള്ള അത്തരത്തിലുള്ള ഒരു ചേഞ്ച് ആ സമയത്ത് അവിടെ ഉണ്ടായി. The ownership of farmland was vested with the Brahmins. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഫാം ലാൻഡ്, കൃഷിയിടങ്ങളെല്ലാം തന്നെ ഈ ബ്രാഹ്മണന്മാരുടെ കൺട്രോളിലായി, അല്ലെങ്കിൽ അവർക്കായിരുന്നു അതിന്റെ ഉടമസ്ഥാവകാശം കൊടുത്തിരുന്നത്. Aladiars were the people who toiled in the soil. അപ്പോ ഈ ആളടിയാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ താഴെ തട്ടിൽ കിടന്നിരുന്ന ആൾക്കാരായിരുന്നു ഈ ഒരു ടോയിൽഡ് ഇൻ ദ സോയിൽ, അതായത് കൃഷിയിടങ്ങളിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിരുന്നത്. ടോയിൽഡ് മീൻസ് അധ്വാനിച്ചിരിക്കുക. അപ്പൊ അധ്വാനിച്ചിരുന്നത് ആരൊക്കെയാ? ഈ ആളടിയാർ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ളവർ. അവരായിരുന്നു ഈ ഇവിടെ പണി ചെയ്തിരുന്നത്. പക്ഷെ ഇത് ഭരിച്ചിരുന്നത് ആരാ? നമ്മുടെ ബ്രാഹ്മണന്മാർ. Besides farmers, there were many other occupational groups in the village. അപ്പോൾ ഫാർമർ എന്ന് മാത്രമല്ല, ഈ ഗ്രാമത്തിൽ പലതരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. As agriculture became widespread, large areas of land called നാട് developed. അപ്പോൾ ഈ നാട് എന്ന് പറയുന്ന ഇത്, അല്ലെങ്കിൽ നാടുവാഴികൾ, ഇതെല്ലാം എങ്ങനെ ഫോം ചെയ്തു വന്നു എന്ന് ചോദിച്ചാൽ, അഗ്രികൾച്ചറൽ ഡെവലപ്പ് ആയപ്പോൾ, അഗ്രികൾച്ചർ നല്ല രീതിയിൽ വികസിച്ചപ്പോൾ ഇത്തരത്തിലുള്ള നാടുകളും ഇതേപോലെ തന്നെ വികസിച്ചു വന്നു, അല്ലെങ്കിൽ നാടുകളും അവിടെ ഉണ്ടായി വന്നു. Those who established power over Nadu came to known as നാടുവാഴീസ്. നമ്മൾ പറഞ്ഞില്ലേ, നാടുവാഴികൾ എങ്ങനെ ഫോം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു രാജാവിന്റെ അണ്ടറിൽ കുറെ നാടുകൾ ഫോം ചെയ്തു വന്നു. അതിന്റെ ഭരണാധികാരികളായിരുന്നു നാടുവാഴികൾ. അപ്പോൾ ഈ നാടുവാഴീസ് ഇവിടെ ഫോം ചെയ്തത്, അല്ലെങ്കിൽ ഫോം ചെയ്തു വന്നത്, ഈ ഒരു പവർ അല്ലെങ്കിൽ അവരെ ഭരിച്ചിരുന്നത് ഈ ഒരു നാടുവാഴികൾ ആയിരുന്നു. നാട് ഫോം ചെയ്തു, അതിനോടൊപ്പം നാടുവാഴികളും അവിടെ ഫോം ചെയ്ത് വന്നു. ഇത്രയിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരാൾ പറയും. സാർ, നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞു തുടങ്ങിയതെന്ന് പറഞ്ഞു തരുമോ സാർ? അപ്പോഴെന്റെ ഫോണെല്ലാം കട്ടായി പോയിരുന്നു. ഏതാ തുടങ്ങിയപ്പോ ഉള്ളത്? തുടങ്ങിയപ്പോ ചാപ്റ്ററിന്റെ തുടക്കമാണോ? സാർ, ഏറ്റവും ആദ്യത്തെ ഇതാണോ? അതല്ല സാർ, അതിന് കഴിഞ്ഞിട്ട് ഇവിടെ പെരുമാൾ ഇതാണോ? സാർ, ഇതാണ് സാർ. അപ്പൊ ഇവിടെ തുടക്കം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതൊരു കഥ പോലെയാട്ടോ. അതായത് നമ്മൾ കേരളം എന്ന് പറയുന്നത് ആൻഷ്യൻ തമിഴകം എന്ന് പറയുന്ന, അല്ലെങ്കിൽ തമിഴകത്തിന്റെ കൂടെ ചേർന്ന് നിന്നതാണ്. അവിടെ ഈ മൂവന്തർ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോ കിങ്ഡം ബേസ്ഡ് മഹോദയപുരം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 9th century. ഇവിടെ തന്നെയാണ് ഈ ഒരു 9th centuryയിലാണ് ഈ ഒരു മഹോദയപുരവും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള നാടുവാഴികൾ അതുപോലുള്ള കൺസെപ്റ്റും എല്ലാം ഫോം ചെയ്തു വന്നത്. അത് മാത്രമല്ല, ഈ ഒരു കിങ്ഡത്തില്, അല്ലെങ്കിൽ ഈ ഒരു രാജഭരണത്തില് ഭരിച്ചിരുന്ന ആൾക്കാരെയാണ് നമ്മൾ പെരുമാൾ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അവരുടെ ഒരു ബേസിക് എന്ന് പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ പെരുമാൾ എന്താ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മാപ്പ് എവിടെയാണ്. ഈ കേരളം കംപ്ലീറ്റ് ആയിട്ട് അവർ ഭരിച്ചിരുന്നു. കോലത്ത് നാട് തൊട്ട് ഈ ഒരു വേനാട് വരെ അവരവിടെ ഭരിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത്രേ ഉള്ളൂ. ഓക്കേ സർ. സി അതായത് ക്രൈസ്റ്റ് എറ, അതായത് ഈ ഒരു നമ്മളിപ്പോ ബി സി എന്ന് കേട്ടിട്ടുണ്ടോ? ബി സി അതായത് ബിഫോർ എ ഡി. ആ എ ഡി ആണ്
നമ്മൾ CE എന്ന് പറയുന്നത്. അതായത് കറന്റ് ഇറ എന്നാണ് അതിന്റെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഈ ഒരു കറന്റ് ഇറ, അതായത് ഈ ഒരു സമയത്ത് ഈ 0 തൊട്ട് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഇപ്പൊ നമുക്ക് 2021 അപ്പൊ അതിന് നമുക്ക് 2021 CE എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ AD എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പറയാറില്ല. ഇത് ടെക്സ്റ്റിൽ ആയതുകൊണ്ട് ആ ഒരു സമയത്തെ പറയാനായിട്ടാണ് ഈ ഒരു CE എന്ന് കൊടുത്തിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഷാരോൺ വീഡിയോ ഓണാക്ക്, എമി വീഡിയോ ഓണാക്ക്, ആദിത്യൻ എടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത പോർഷനിലേക്ക് എത്തും. നാടുവാഴി സ്വരൂപം. എന്താണ് നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് നമുക്ക് നോക്കാം. The reign of the Perumal came to end by the 12th century. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടു ഈ ഒരു 1122, അതായത് 12th century. ഈ ഒരു 12th centuryയില് ഈ ഒരു നമ്മുടെ ഈ പെരുമാളുകളുടെ ഈ ഒരു ഭരണം അവർക്ക് അവസാനിച്ചു. പെരുമാൾ ഭരണം അവസാനിച്ചത് ഈ ഒരു 12th century ആണ്. Consequently, the chieftains who were the local rulers under the Perumals began to rule their respective nadus independently. അപ്പോ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പെരുമാൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ മഹോദയപുരം കേന്ദ്രമാക്കി ഈ ഒരു രാജഭരണം പ്രോപ്പറായിട്ട് നടക്കുന്നു. അതിന്റെ അണ്ടറിലാണ് ഈ ഒരു നാടുവാഴികളും എല്ലാരും തന്നെ ഭരിച്ചിരുന്നത്. പക്ഷെ ഈ ഒരു 12ാം നൂറ്റാണ്ടായപ്പോ എന്ത് സംഭവിച്ചു? ഈ ഒരു നാടുകൾ അല്ലെങ്കിൽ ഈ ഒരു നാടുവാഴികൾ ഈ ഒരു പെരുമാൾ എന്ന് പറയുന്ന ആ ഒരു രാജഭരണത്തിൽ നിന്ന് വേറിട്ട് സ്വയമേ തന്നെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ ഭരിക്കാൻ തുടങ്ങി. അവരുടെ സപ്പോർട്ട് വേണ്ട എന്നുള്ള രീതിയിൽ ഇവര് ഭരിക്കാനായിട്ട് തുടങ്ങി. The reign under the control of the chieftain was known as Swaroopa. അപ്പോ ഇവരുടെ ഈ ഒരു ചീഫ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു നാടുവാഴികളുടെ ഈ ഒരു അല്ലെങ്കിൽ കുഞ്ഞു പ്രദേശങ്ങളെ ഭരിക്കുന്ന ഇവരുടെ ആ ഒരു എന്താ പറയുന്ന ഈ ഒരു പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞു പ്രദേശം ഒരു നാടുവാഴി ഭരിക്കുന്ന ഈ ഒരു പ്രദേശം അതിനെയാണ് സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോ the reign under the control of chieftain, അതായത് ഈ ഒരു നാട് ഈ ഒരു നമ്മുടെ നാടുവാഴിയുടെ അല്ലെങ്കിൽ ലോക്കൽ റൂളറുടെ അണ്ടറിലുള്ള ഈ ഒരു നാടിനെയാണ് നമ്മൾ സ്വരൂപം എന്ന് പറയുന്നത്. The joint family of the chieftain was also known as സ്വരൂപം. അപ്പോ ആ നാടുവാഴിയുടെ ആ ഒരു ഫാമിലിയെയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയും സ്വരൂപം എന്ന്. The eldest member of the family become the ruler. അപ്പൊ ആ ഫാമിലിയിലെ ഏറ്റവും മൂത്ത അംഗമാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രായം അല്ലെങ്കിൽ ഏറ്റവും മൂത്ത ആളായിരിക്കും അതിന്റെ ഭരണം ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഇത് ഭരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു നാട് ഭരിക്കുന്നത് ഈ ഒരു സ്വരൂപം എന്ന് പറയുന്ന ഈ ഒരു ഫാമിലിയിലെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും മൂത്ത ആളായിരിക്കും. There were disparities in wealth and military power among the nadus. അപ്പോ ഡിസ്പാരിറ്റീസ് എന്ന് പറയുന്നത് വ്യത്യാസങ്ങൾ. അപ്പോ ഈ ഒരു ഭരണത്തില് ഇത് പല നാടുകളിലും അല്ലെങ്കിൽ ഓരോ നാടുകളിലും ഈ ഒരു മിലിറ്ററിയിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ പവറിലും എല്ലാം തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഇതുണ്ടല്ലോ വെൽത്ത്, ധനവും എല്ലാം തന്നെ അവർക്കുണ്ടായിരുന്ന ഒരു എന്താ പറയുക നാടിന്റെ സമ്പത്തും എല്ലാം തന്നെ വ്യത്യാസമായിരുന്നു. ഓരോ നാടിനും അതിന് വ്യത്യാസം ഉണ്ടായിരുന്നു. The chieftains fought among themselves for power. അപ്പോ പിന്നെ ഈ നാടുകൾ തമ്മില് യുദ്ധങ്ങൾ നടന്നു അല്ലെങ്കിൽ അവര് ഫൈറ്റ് ചെയ്തു. യുദ്ധങ്ങളും യുദ്ധം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും അത് പരസ്പരം പോരും കാര്യങ്ങളും എല്ലാം നടന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഇവർക്ക് പവർ കിട്ടാനായിട്ട്, ഇവർക്ക് അധികാരം നേടാനായിട്ട് ഇത്തരത്തിലുള്ള വഴക്കും എല്ലാ കാര്യങ്ങളും അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു. The major swarupams during the period were
തൃപ്പപ്പൂരു സ്വരൂപം ഇൻ വേണാട്, തൃപ്പാപ്പൂര് സ്വരൂപം ഇൻ വേണാട് ആൻഡ് പെരുമ്പടപ്പ് സ്വരൂപം ഇൻ കൊച്ചി. അടി വയ്ക്കാതെ. എടാ ആൽഫിൻ കേൾക്കാൻ പറ്റത്തില്ലേ? ഓക്കെ, ഇപ്പൊ ഓക്കെ ആയോ? എടാ ഇപ്പൊ ഓക്കെ ആയോ? അവിടെ എന്തോ അവിടെ നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു ഇത് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ നമുക്ക് അപ്പോ ഇവിടെ ഈ ഇതിൽ തന്നെ പല പല മേജർ ആയിട്ടുള്ള സ്വരൂപം ഉണ്ടായിരുന്നു. അതാണ് ഈ തൃപ്പാപ്പൂർ സ്വരൂപം. അതുപോലെ തന്നെ ദാറ്റ്സ് ഇൻ വേനാട്. വേനാടിൽ ഉണ്ടായിരുന്ന അല്ലെ വേനാട് സ്ഥിതി ചെയ്തിരുന്ന തൃപ്പാപ്പൂർ സ്വരൂപം ആൻഡ് പെരുമ്പടപ്പ് സ്വരൂപം ഇൻ കൊച്ചി, നെടിയിരുപ്പ് സ്വരൂപം ഇൻ കോഴിക്കോട് ആൻഡ് കൊലസ്വരൂപം ഇൻ ചിറക്കൽ. അപ്പൊ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സ്വരൂപങ്ങൾ വേനാടിനാണോ വയനാട് എന്ന് പറയുന്നത്? ഇപ്പോ ഇല്ല, വേനാട് എന്ന് പറയുന്നത് ഈ ഒരു തിരുവനന്തപുരം കൊല്ലം. വയനാട് എന്ന് പറയുന്നത് മലബാർ കഴിഞ്ഞ് അതങ്ങ് മാറിയ. വേനാട് എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം കൊച്ചി തിരുവനന്തപുരം കൊല്ലം ഈ ഒരു ഏരിയ ആയിരുന്നു വേനാട് എന്ന് പറയുന്നത്. അതാണ് ഈ മാപ്പ് നോക്കിയേ, മാപ്പ് കണ്ടോ? അത് ഇവിടെ ആയിട്ട് കൊല്ലത്തിന്റെ ഭാഗമാണ് വേണാട് എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ വേണാട് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെയാണ്. ഈ വയനാട് എന്ന് പറയുന്നത് ഇങ്ങ് മുകളിലായിട്ട് വരും. ഇവിടെ മുകളിലാണ് വയനാട് എന്ന് പറയുന്നത്. രണ്ട് സ്ഥലമായിട്ടോ. ഇപ്പൊ വേണാടില്ല, അതെല്ലാം സ്പ്ലിറ്റായി തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം ആ രീതിയിൽ അങ്ങനെ മാറിക്കഴിഞ്ഞു. ഇത് പണ്ടത്തെ ആ ഒരു സമയത്ത് വേണാട് അല്ലെങ്കിൽ ഈ ഒരു ഭരണം നടന്നിരുന്നത് ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് ആയിട്ടായിരുന്നു. അതാണ് സംഭവം. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇത്തരം സ്വരൂപങ്ങൾ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഇവിടെ എടുത്ത് എഴുതണം, പഠിക്കണം. കാര്യം ഇത് ഞാൻ നിങ്ങൾക്ക് ചിലപ്പോ ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ടോ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് പോർഷൻ ഞാൻ തന്നില്ലായിരുന്നോ? എന്റെ ഫോണില് വാട്സാപ്പിലുള്ള ഡിലീറ്റ് ആയി പോയി സാർ. എടാ ഞാൻ നിങ്ങൾക്ക് തന്ന പോർഷൻ എന്തായിരുന്നു? എക്സാം ചാപ്റ്റേഴ്സാ? അതെ, 6, 7, 8. ഗൗരി കേട്ടോ? 6, 7, 8. ഓക്കെ, അപ്പോ അത് നിങ്ങൾ പഠിക്കുക. ഓരോ സ്വരൂപങ്ങളും, അതായത് ഇതൊക്കെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഒക്കെ ആയിരുന്നു. ഈ 4 ആയിരുന്നു ഈ ഒരു സ്വരൂപങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ. അത്രയിൽ എന്താ ഡൗട്ട് ഉണ്ടോ? ഈ നാടുവാഴി സ്വരൂപം നെക്സ്റ്റ് ട്രെയിൻ. അപ്പൊ വാണിജ്യം, കച്ചവടം എന്താണെന്ന് നോക്കാം. Internal and external trade made great progress in Kerala during the medieval period. അപ്പോ ഈ ഒരു സമയത്ത് കേരളത്തില് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറംനാട്ടിലേക്കും അതുപോലെ തന്നെ ഇതിനുള്ളിൽ തന്നെ ധാരാളം കച്ചവടങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോ can you guess the goods that were exchanged from Kerala? അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കൃഷി ചെയ്ത് അയച്ചിട്ടുള്ള ഈ എന്താ പറയുന്നത് കച്ചവടം നടത്തിയിട്ടുള്ള ഗുഡ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കാർഡമം, ജിഞ്ചർ, വേറെ എന്തൊക്കെ ഇതേപോലെ കച്ചവടം നടന്നിട്ടുണ്ടായിരിക്കും? പെപ്പർ, ടർമറിക്, യാ, ഓക്കെ. സ്പൈസസ്,
വുഡ്. അപ്പൊ ഇതേപോലെയുള്ള പല സാധനങ്ങളും ഇതേപോലെ ആ സമയത്ത് ഇത് നമ്മുടെ പല നാടുകളിലേക്കും എല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഗുഡ്സ് ഫ്രം അതർ ലാൻഡ്സ് ഓൾസോ റീച്ച് ദ മാർക്കറ്റ് ഓഫ് കേരള ബൈ ട്രേഡ്. അപ്പോ പുറത്തുള്ള മാർക്കറ്റുകളിൽ നിന്ന് കേരളത്തിലേക്കും ഇതുപോലെ തന്നെ ഇപ്പൊ ഇവിടുത്തെ സാധനങ്ങൾ അങ്ങോട്ട് പോകുന്നത് പോലെ തന്നെ അവിടുത്തെ സാധനങ്ങൾ ഇങ്ങോട്ടും വന്നിരുന്നു. ഗിവൺ ബിലോ ആർ ഫ്യൂ ഓഫ് ദീസ് ഗുഡ്സ്. അപ്പോ ഇതില് കുറച്ച് ഗുഡ്സിന്റെ പേരുകൾ പറയുന്നു. ക്ലേ പോട്ട്സ്, ഫിഷിംഗ് നെറ്റ്, സിൽക്ക്. അപ്പോ അതൊക്കെയാണ് ഈ കളിമൺ പാത്രങ്ങള്, അതുപോലെ തന്നെ ഫിഷിംഗ് നെറ്റ്, മീൻ പിടിക്കാനുള്ള വലകൾ, അതുപോലെ തന്നെ സിൽക്ക്, പട്ട്. ഇതൊക്കെ കേരളത്തിലായിരുന്നു. കേരളത്തിന് പുറത്തു നിന്ന് ഇങ്ങോട്ടുള്ള മാർക്കറ്റുകളിൽ വന്നുകൊണ്ടിരുന്ന സാധനങ്ങൾ ആണ്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യേ. No, sir. Earlier, trade was carried out through the exchange of goods for goods. അപ്പോ നമ്മൾ മുമ്പ് കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ബാർട്ടർ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ ഗുഡ്സ് കൊടുത്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ കച്ചവടം നടന്നത് എങ്ങനെ സാധനങ്ങൾക്ക് പകരം സാധനം. ഇപ്പൊ പശു കൊടുത്ത് ആട് വാങ്ങിക്കുന്നു, അരി കൊടുത്ത് ഗോതമ്പ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആപ്പിൾ കൊടുത്ത് ഓറഞ്ച് വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ അത്തരത്തില് സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടാണ് ഇരുന്നത്. അതെപ്പോഴാ? പൈസ അല്ലെങ്കിൽ മണി വരുന്നതിന് മുമ്പ്. Later, goods began to be exchanged for money. പിന്നീട് പൈസ വന്നതിന് ശേഷം ഈ പണം കൊടുത്ത്, അല്ലെങ്കിൽ പണത്തിന്റെ ആ ഒരു വാല്യൂവിന്റെ ആ ഒരു കണക്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല, ഇന്ന് നമ്മൾ പോയാലും സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നതല്ല, പൈസ കൊടുത്താൽ സാധനം വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ പണം കൊടുത്താൽ മണി എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് സാധനം കിട്ടുന്നത്. ആ രീതിയിലുള്ള സിസ്റ്റത്തിലേക്ക് വന്നു. ട്രേഡ് ഗ്രൂപ്പ്സ് നിയർലി 5 വണ്ണം, മണിഗ്രാമം എക്സെട്ര എക്സിസ്റ്റഡ് ഡ്യൂറിംഗ് ദ പീരിയഡ്. അപ്പൊ ഈ 5 വണ്ണവും അതുപോലെ തന്നെ മണിഗ്രാമവും എന്ന് പേര് തുടങ്ങിയ ട്രേഡ് ഗ്രൂപ്പ്സ് ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ 5 വണ്ണം, മണിഗ്രാമം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. They were the trade groups that existed in Kerala from 9th to 13th century CE. Coastal towns of Kerala were their major commercial center. അപ്പൊ ഇവരെന്ന് പറയുന്നത് 9 മുതൽ 13 സെഞ്ചുറി, 13th സെഞ്ചുറി വരെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ 13th സെഞ്ചുറി വരെ ഇവിടെ കച്ചവടം നടത്തിയിരുന്ന ആൾക്കാരാണ് ഈ 5 വണ്ണം, മണിഗ്രാമം തുടങ്ങിയവർ. അപ്പോ ഇവർക്ക് ഈ കോസ്റ്റൽ ടൗൺസ് അല്ലെങ്കിൽ ഈ ഒരു കടൽ തീര പ്രദേശങ്ങളായിരുന്നു ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രം. ഇവിടെ realizing the importance of trade, the Perumals extended where every help to the trade groups. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ്, കച്ചവടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതോടുകൂടെ ഈ പെരുമാൾ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഈ പെരുമാൾ എന്ന് പറയുന്ന ഈ ഒരു അധികാരത്തിൽ ഉണ്ടായിരുന്നവർ, അതുപോലെ നാടുവാഴികൾ, ഇവരെല്ലാം തന്നെ ഈ ഒരു ട്രേഡിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അതിന് സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. ടാക്സ് ഓൺ ട്രേഡ് വാസ് ആൻ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അപ്പോ ഈ നാടുവാഴികൾ പ്രധാനമായിട്ട് ഇവർ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഇവർക്ക് ഇതിൽ നിന്ന് ടാക്സ് കിട്ടും. ഇപ്പൊ ഗവൺമെന്റിനായാലും നമ്മൾ ഒരു സാധനം അയക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ഗവൺമെന്റിന് പൈസ കൊടുക്കണം. അതായത് ടാക്സ് നമുക്ക് കൊടുക്കണം. അപ്പോ അതുപോലെ തന്നെ ഇവിടെ ഈ രാജാക്കന്മാർക്കും അല്ലെങ്കിൽ നാടുവാഴികൾക്കും ഇവർക്ക് ഇവിടെ ടാക്സ് കൊടുക്കണമായിരുന്നു. ആ ടാക്സ് ആയിരുന്നു ഈ നാടുവാഴികൾക്കുള്ള പ്രധാനപ്പെട്ട ഇൻകം അല്ലെങ്കിൽ വരുമാനം. അപ്പൊ അത് അവോയ്ഡ് ആവാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇവര് ഈ ഒരു ടാക്സിനെ എല്ലാം പ്രാധാന്യം കൊടുത്തു. എന്നിട്ട് ഇവർക്കെല്ലാം ഈ ഒരു എന്താ പറയാ, ഈ ഒരു ട്രേഡിനെല്ലാം അവർക്ക് എല്ലാ സപ്പോർട്ടും ഇവർ ചെയ്തു കൊടുത്തു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷാനു, ആദിത്യൻ, എടാ ആദിത്യ, ഷാനു വീഡിയോ ഓണാക്കി വെക്ക്. ഇനി ഉള്ളത് മാർക്കറ്റ്സ്.
അപ്പോ മാർക്കറ്റ്സ് കൂടെ എടുത്തു കഴിഞ്ഞാൽ നടത്താം. Maritime trade attained tremendous progress during the medieval period. അപ്പോ ഈ ഒരു സമയത്ത് ഈ സമുദ്രം വഴിയുള്ള ഈ ഒരു വാണിജ്യം അല്ലെങ്കിൽ സമുദ്രം വഴിയുള്ള ഈ ഒരു ട്രേഡ് ആ സമയത്ത് ഭയങ്കരമായിട്ട് പ്രോഗ്രസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മളിവിടെ പഠിച്ചു ഈ ഒരു സമയത്ത് ഈ കോസ്റ്റൽ ഏരിയാസ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ട്രേഡിന് പറ്റിയ സ്ഥലങ്ങളായിരുന്നു. കാരണം അവർക്ക് കപ്പലിലൂടെയും എല്ലാത്തിലൂടെയും നമുക്ക് ട്രേഡ് ഒക്കെ നടത്താമായിരുന്നു. The demand for exported goods increased. അപ്പോ ഈ ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന ഈ ഒരു ഗുഡ്സിന് സാധനങ്ങൾക്കെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ഡിമാൻഡ് ഭയങ്കര കൂടുതൽ ആയിരുന്നു. ആദ്യത്തെ ഷാനു വീഡിയോ ഓൺ ചെയ്തേക്ക്. This resulted in the increase in the cultivation of such crops in the rural areas. അപ്പോ ഇത് ഈ ഒരു റൂറൽ ഏരിയാസിൽ അല്ല എങ്കിൽ പല സ്ഥലങ്ങളിലും ഈ ഒരു കൃഷിയിടങ്ങളിലെല്ലാം ഇത്തരം സാധനങ്ങളുടെ ആ ഒരു ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടി. കാരണം അല്ലെങ്കിൽ അവര് പിന്നെ കൃഷി ചെയ്യാനും എല്ലാം ധാരാളമായിട്ട് കൂടി. കാരണം ആ ഒരു കൃഷി ചെയ്യുന്നതിലൂടെ ഇവർക്ക് ഈ ഒരു കച്ചവടം നടത്താനായിട്ട് സാധിച്ചിരുന്നു. These goods were exchanged in the markets. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റുകളിലാണ് കൊണ്ട് വിറ്റിരുന്നത്. മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങാടികൾ, ആ സമയത്ത് അങ്ങാടികൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു മാർക്കറ്റിലായിരുന്നു അവർ കൊണ്ട് വിറ്റിരുന്നത്. The development of market helped in strengthening the local trade. അപ്പോൾ ഈ ഒരു മാർക്കറ്റിന്റെ ഈ ഒരു ഡെവലപ്മെന്റ് എന്തിനു സാധിച്ചു? ഈ ഒരു ലോക്കൽ ട്രേഡ് അല്ല എങ്കിൽ ഈ ഒരു നമ്മുടെ ലോക്കലായിട്ട് നമ്മുടെ ഈ നാടുകളിലെല്ലാം ഈ ഒരു കച്ചവടത്തിന്റെ ആ ഒരു വളർച്ച ശക്തിപ്പെടുത്താനായിട്ട് നല്ല രീതിയിൽ സാധിച്ചു. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് പന്തലായനി വേർ ദ മേജർ മാർക്കറ്റ്സ് ഓഫ് ദ പീരിയഡ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ അല്ലെങ്കിൽ അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി വേർത ഇതൊക്കെയായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ. ദ മേജർ പോർട്സ് വേർ കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് വളപട്ടണം. അപ്പോൾ ഈ വളപട്ടണം, കോഴിക്കോട്, കൊച്ചി, കൊല്ലം എന്ന സ്ഥലങ്ങളിലായിരുന്നു പ്രധാനപ്പെട്ട പോർട്സ് അല്ലെങ്കിൽ ഈ ഒരു തുറമുഖങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോ ഇങ്ങനെ ഈ കൊല്ലം ബീച്ച്, അപ്പൊ ഈ ഇത്തരത്തിലുള്ള തുറമുഖങ്ങളും അതുപോലെ തന്നെ ഈ മുകളിൽ പറഞ്ഞതുപോലുള്ള ആ ഒരു മാർക്കറ്റുകൾ അതായിരുന്നു പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ലൊക്കേറ്റ് ദീസ് സ്പോട്സ് ഓൺ ദ മാപ്പ് ഓഫ് കേരള. കേരളത്തിന്റെ മാപ്പ് എടുത്തതിന് ശേഷം ഇത് എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ സ്ഥലങ്ങളെല്ലാം എവിടെയാണ്? ഈ കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം. അപ്പോ ഇവിടത്തെ ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാല് ഇത് കൊല്ലം, ഇവിടെ കൊല്ലം ഉണ്ട്. പിന്നെ കൊച്ചി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ കൊച്ചി എന്ന് പറയും. പിന്നെ കോഴിക്കോട് ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഇവിടെ കോഴിക്കോട്, പിന്നെ ഇവിടെ വളപട്ടണം റിവർ ഉണ്ടല്ലോ. അപ്പോ ഈ വളപട്ടണം ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു കോസ്റ്റൽ റീജിയനിലായിരിക്കും നമ്മുടെ ഈ ഒരു പോർട്ടുകൾ എല്ലാം തന്നെ വരും. Several goods reach the market in Kerala through land and sea route. അപ്പോ ഇതില് പല സാധനങ്ങളും എത്തിയിരുന്നത് കരയിലൂടെ എത്തിയിരുന്നു, അതുപോലെ തന്നെ കടലിലൂടെയും ഈ കേരളത്തിലെ പല മാർക്കറ്റുകളിലും സാധനങ്ങൾ എത്തിയിരുന്നു. See the description of these goods in നിനക്ക് അവിടത്തെ നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അയ്യോ, നീ ഒന്ന് ലീവായിട്ട് കയറി നോക്ക്, വല്ലതും നടക്കുമെന്ന് നോക്കാം. അപ്പൊ the several goods reach the markets in Kerala through land and sea trade. അപ്പൊ കടലിലൂടെയും കരയിലൂടെയും എല്ലാം തന്നെ കേരളത്തിലെ കച്ചവടത്തിനുള്ള സാധനങ്ങൾ ഈ മാർക്കറ്റിൽ എത്തിയിരുന്നു.
അപ്പോ ഇവിടെ see the description of these goods in Unnu Neeli Sandesham, a poem in Manipravalam. What is Manipravalam? A new style of language evolved during the medieval period. അപ്പോൾ നമ്മുടെ പുതിയ തരത്തിലുള്ള ഈ ഒരു മലയാളം ലാംഗ്വേജ് ഈ ഒരു സമയത്ത് ഫോം ചെയ്തു വന്നു. ഇറ്റ് വാസ് എ മിക്സ്ചർ ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് ഓൾഡ് മലയാളം. ഇതിന് ഈ ഒരു ഈ പണ്ടത്തെ ഒരു സംസ്കൃതവും അതുപോലെ തന്നെ പഴയ മലയാളവും കൂടെ ചേർന്നാണ് ഈ ഒരു മലയാളം അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് ഫോം ചെയ്തു വന്നത്. The newly developed style of language came to be known as Manipravalam. അപ്പൊ ഇത്തരത്തില് ഇപ്പൊ ഇത് ഞാൻ ചോദിക്കും, ചിലപ്പോൾ വാട്ട് ഈസ് മണിപ്രവാളം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം, എഴുതാൻ പറ്റണം. അതായത് ഈ ഒരു ഓൾഡ് മലയാളവും സാൻസ്ക്രിറ്റും കൂടെ മിക്സ് ചെയ്ത് വന്ന ഒരു പുതിയ ലാംഗ്വേജ് ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു പുതിയ ലാംഗ്വേജ് ഫോം ചെയ്തതിനെയാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. Several literary works were written in this style during the period. അപ്പൊ ഈ ഒരു medieval പീരീഡില് ഇത്തരത്തില് പല എന്താ പറയുന്ന പല ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യ അതുപോലുള്ള സാഹിത്യങ്ങൾ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ലാംഗ്വേജ് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. അതില് ഈ ഒരു മണിപ്രവാള കൃതിയായ ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ള 4 വരി കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ഇത്രയായി ഇതിലുള്ള ആ ഒരു 4 വരി കവിത ആരെങ്കിലും വായിച്ച് ആര് വായിക്കും? എല്ലാരും പോയോ? അലീന വായിച്ച്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ടെക്സ്റ്റ് ഇല്ലേ കയ്യില്? ടെക്സ്റ്റ് എടുക്കാതാണ് എത്ര നേരം നോക്കിക്കൊണ്ടിരുന്നേ. ടെക്സ്റ്റ് വേഗം എന്നിട്ട് വായില്. എടുത്തോ? വായിച്ചേ. തട്ടം കാട്ടിൽ കയറുവില, കൈക്കാട്ടിൽ പ്രയാസമാണോ അലീന? മലയാളം ടീച്ചറിന്റെ അടുത്ത് പറയാം കേട്ടോ. അഭിജിത്തെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. അഭിജിത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വായിച്ചേ. തട്ടം കാട്ടിൽ കയറു വല, കൈക്കാട്ടിൽ മഞ്ച് കൊട്ടം, മൊട്ടും മൂട്ടിൽ കരയുമരിയും വെട്ടിയും കൂട്ടുനൂൽ പട്ടുനൂലും ആടും ചാടും കുടയുമടയും പഞ്ഞിയും മുഞ്ചിവേരും ചോറും ചുറയും മറയും കാരിരുമ്പും കരിമ്പും. എന്താണെന്ന് എനിക്ക് എന്തായാലും മനസ്സിലായിട്ടില്ല. കാരണം ഇത് അതാണ്, അതായത് ഇതാണ് മണിപ്രവാള ലാംഗ്വേജ്, അല്ലെങ്കിൽ ആ സമയത്ത് ഫോം ചെയ്തു വന്ന ആ ഒരു ലാംഗ്വേജ് ആണ് ഇത്. അപ്പൊ ഈ ഒരു പഴയകാല സംസ്കൃതവും പഴയ മലയാളവും കൂടെ ഒരുമിച്ച് ചേർന്ന് കലർന്ന് ഫോം ചെയ്തു വന്ന ഒരു ലാംഗ്വേജ് ആണ് ഇത്. അപ്പൊ അത് നമുക്ക് മലയാളികളായ നമുക്ക് പോലും മനസ്സിലാവുന്നില്ല ഇത് ഇവരിത് എന്താ ഉദ്ദേശിക്കുന്നത്. അതാണ് അവസ്ഥ. അപ്പൊ ഇതായിരുന്നു പഴയകാല മലയാളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മണിപ്രവാളം എന്ന് പറയുന്ന ഈ ഒരു ലാംഗ്വേജ്.
List the items available in the market during this period. Are these items still available in your area? In the previous chapter, we have discussed the travelogues that describe trade. അപ്പോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു, കഴിഞ്ഞ ചാപ്റ്ററിലല്ല അതിന് മുമ്പത്തെ ചാപ്റ്റർ, 5ാമത്തെ 6ാമത്തെ ചാപ്റ്ററിൽ എന്തോ പഠിച്ചിരുന്നു. ഈ ഒരു സഞ്ചാരികളായിരുന്നു ഈ വ്യാപാരത്തെ പറ്റിയും എല്ലാം കൂടുതലും വിശദീകരിച്ചിരുന്നത്. Let's now go through the description of the 15th century Calicut port and trade by Ma Huan, a Chinese traveler who visited Kerala during the period. അപ്പോ Ma Huan എന്ന് പറയുന്ന ഒരു ട്രാവലർ, ഒരു ചൈനീസ് ട്രാവലർ 15ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ എത്തിയപ്പോൾ അവിടുത്തെ ആ ഒരു പുള്ളിക്കാരൻ ഡിസ്ക്രൈബ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആസ് എ ഷിപ്പ് ക്യാരിങ് ഗുഡ്സ് ഫ്രം ചൈന അറൈവ്സ് അറ്റ് ദ പോർട്ട്. അപ്പോ ഈ ഒരു ഗുഡ്സ്, അതായത് ഗുഡ്സ് കണ്ടെയ്ൻ ചെയ്ത ഈ ഒരു കപ്പൽ കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു തീരത്ത് എത്തുമ്പോൾ ഷബീന്ദർ ഖോയ, ദ കിങ്സ് റെപ്രസെന്റേറ്റീവ് ഷബീന്ദർ ഖോയ എന്ന് പറയുന്ന ഒരു ദള്ളാൾ, അതായത് ഷബീന്ദർ ഖോയയും ഒരു ദള്ളാളും കൂടെ, അല്ലെങ്കിൽ ഒരു ഷബീന്ദർ ഖോയ എന്ന് പറയുന്നത് രാജാവിന്റെ റെപ്രസെന്റേറ്റീവ്, രാജാവ് പറഞ്ഞു വിടുന്ന ആളാണ്. ആൻഡ് എ ബ്രോക്കർ ബോട്ട് ദ ഷിപ്പ് ആൻഡ് ലിസ്റ്റ് ദ ഗുഡ്സ്. എന്നിട്ട് അതിൻ്റെ ഒരു ബ്രോക്കറും കൂടെ ചേർന്ന് ഇവിടെ വന്ന് ഈ കപ്പലിൽ കയറി എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ലിസ്റ്റ് എടുക്കും. A suitable day is opted to fix the price of the. അപ്പോ എന്നിട്ട് ഇതിനുള്ള വിലകൾ, അതായത് ഈ കപ്പലിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളുടെ വിലകളെല്ലാം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവര് തിരഞ്ഞെടുക്കും. അതായത് ഈ ദിവസത്തെ അവരൊക്കെ ഇന്ന് നമുക്ക് ഇതേപോലെ ഇതിന്റെ വിലകളെല്ലാം വില നിശ്ചയിച്ച് എല്ലാം ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞ് ആ ഒരു ഇതിൽ അവരൊരു ദിവസത്തെ തീരുമാനിക്കും. പ്രയോറിറ്റി വാസ് ഗിവൺ ടു സിൽക്ക് ക്ലോത്ത്. അപ്പൊ അതിൽ തന്നെ അവിടെ നിന്ന് വന്നിരുന്ന സിൽക്ക് ക്ലോത്ത് അല്ലെങ്കിൽ പട്ടിനായിരുന്നു അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. Once the price are fixed, they take the vow that the price of goods will not be changed under any circumstances. അപ്പോ ഒരു കാരണവശാലും ഇതിന്റെ വില അവർ നിശ്ചയിക്കും. അവർ ആ ദിവസം വരുന്ന വിലയെല്ലാം നിശ്ചയിക്കും. ഓരോ സാധനത്തിന് എത്ര രൂപയായിട്ട് വിൽക്കണം എന്നുള്ള കാര്യം അവർ അവിടെ തീരുമാനിക്കും. ആ തീരുമാനിക്കുന്ന വിലയിൽ നിന്ന് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പാടില്ല എന്നുള്ള ഒരു തീരുമാനം കൂടെ അവരവിടെ വെച്ചെടുക്കും. അതായത് ഇതിൽ നിന്ന് അത് അരീന ഭയങ്കരമായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ ഇത്. ഓക്കെ, അപ്പോ ഈ ഒരു എന്താ പറയാ, ഈ ഒരു സമയത്ത് ഇവർ ഈ തീരുമാനിക്കുന്ന ഫിക്സ് ചെയ്യുന്ന ഈ ഒരു പൈസയിൽ നിന്ന് ഇത്ര രൂപയ്ക്ക് ഈ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഈ ഒരു സാധനം ഇത്ര രൂപയ്ക്ക് വിൽക്കണം, അതിൽ നിന്ന് വേറൊരു മാറ്റം വരുത്താനായിട്ടുള്ള അവകാശം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇതിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു പൈസക്ക് തന്നെ കൊടുക്കണം. Thus the goods were exchanged for the price fixed by the dalal. അപ്പൊ ഈ ദല്ലാളുകൾ അല്ലെങ്കിൽ ബ്രോക്കർമാരാണ് ഈ ഒരു പൈസ ഫിക്സ് ചെയ്യുക. അപ്പൊ ഈ പൈസ ഫിക്സ് ചെയ്യുന്ന പൈസയ്ക്ക് ഈ ഒരു സാധനങ്ങൾ വിൽക്കേണ്ടതായിട്ട് ഉണ്ട്. അത് അവർ ഉറപ്പിച്ചു വെച്ചിരുന്ന കാര്യമാണ്. ഈ പറയുന്ന ഇവർ തീരുമാനിക്കുന്ന ഈ ഒരു വിലയിൽ മാത്രമേ ഇവർക്ക് സാധനങ്ങൾ വിൽക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് സംഭവം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സംഭവം ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. ആ സമയത്ത് എന്തൊക്കെ സംഭവിച്ചു, കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചു? കേരളം തമിഴകം എന്ന് പറയുന്ന അതിന്റെ അണ്ടറിലായിരുന്നു. പെരുമാളായിരുന്നു ഭരിച്ചിരുന്നത്. കേരളത്തിന്റെ മഹോദയപുരത്തായിരുന്നു അതിന്റെ ആ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അവിടുത്തെ ആ ഒരു രാജഭരണം കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ വേണാട് തൊട്ട് മൂളറ്റം വരെയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവര് പരസ്പരം ഓരോ നാടുവാഴികളായിട്ട് അവരവരുടെ രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ നാട് സെപ്പറേറ്റ് ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥലങ്ങളും ഓരോരുത്തർ കൈയടക്കി അവര് പിടിച്ചെടുത്തു. എന്നിട്ട് ഓരോ സ്ഥലവും ഓരോരുത്തരും ഭരിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവർ പരസ്പരം ഫൈറ്റ് ചെയ്തു. എന്തിലേക്ക് വേണ്ടിയിട്ടാ? അധികാരത്തിന് വേണ്ടിയിട്ട്, ബാക്കി നാടുകളൊക്കെ പിടിച്ചെടുക്കാൻ. അങ്ങനെയാണ് ഈ വേണാട്,
അതുപോലെ തന്നെ കുറച്ച് 4 നാടുകളെ പറഞ്ഞല്ലോ, ആ നാടുകളെല്ലാം അവിടെ ഫോം ആയത്, അല്ലെ കൊച്ചി ഇതെല്ലാം ബേസ് ചെയ്ത് ഓരോ നാടുകൾ ഫോം ചെയ്തു. പിന്നെ ഇവരെങ്ങനെ ട്രേഡിനെ സങ്കല്പിച്ചിരുന്നു, ഇവരെങ്ങനെ കച്ചവടം നടത്തിയിരുന്നു. അപ്പോൾ അവിടെ തന്നെ അങ്ങാടികളും അതുപോലെ തന്നെ മാർക്കറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട മാർക്കറ്റിൽ പുറത്തു നിന്ന് സാധനങ്ങൾ വന്നു, അതുപോലെ തന്നെ ഇവിടെ നിന്നും സാധനങ്ങൾ അങ്ങോട്ട് അയച്ചിരുന്നു. അപ്പൊ അത് എങ്ങനെയൊക്കെ അവർ ചെയ്തിരുന്നു? അപ്പൊ ഈ ട്രേഡില് ഇത് ഇങ്ങനെ ഒരു രീതിയാണ്, ഒരു ചൈനീസ് ട്രാവലർ പറഞ്ഞ ഒരു രീതിയാണ്. ഇവിടെ വരുമ്പോൾ രാജാവിന്റെ റെപ്രസെന്റേറ്റീവും ഒരു ബ്രോക്കറും അവിടെ എത്തും. എന്നിട്ട് അവർ ഇതിനെല്ലാം വിലയിടും. എന്നിട്ട് അതിൽ തന്നെ പട്ടിനായിരുന്നു ഏറ്റവും കൂടുതൽ, സിൽക്കിനായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ ഒരു പട്ട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇവർ ഈ ഒരു വിലയിടും, ആ ഒരു വിലയിൽ നിന്ന് അവർക്ക് വേറെ മാറ്റാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊരു കഥ പോലെ ഓർത്തിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് എളുപ്പമാവും. ഈ ഒരു സമയത്ത് ഇപ്പൊ ഞാനിപ്പോ കഥ പോലെ പറഞ്ഞു തന്നപ്പോൾ അതിനൊരു കണക്ടിവിറ്റി കിട്ടിയില്ലേ, ഇങ്ങനെ കഥയായിട്ട് പറഞ്ഞപ്പോ. അപ്പൊ ആ ഒരു കഥ പോലെ നിങ്ങൾ മനസ്സിലാക്കും, കഥ പോലെ പഠിച്ചാൽ മതി. അപ്പൊ കാര്യം പഠിക്കാൻ പറ്റും, അപ്പൊ ബോറാവത്തില്ല. ഈ SS നമ്മൾ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് ഈ കഥ പോലെ മനസ്സിലാക്കുക എന്നുള്ളത്. അതായത് നമ്മളിപ്പോ ഒരു മുത്തശ്ശി കഥ കേട്ട, അല്ലെങ്കിൽ നമ്മൾ അല്ലാത്തൊരു കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മറക്കത്തില്ല. അപ്പൊ അതുപോലെ തന്നെ കഥയിൽ എന്തായാലും ഒരു രാജാവ് കാണും, അല്ലെങ്കിൽ രാജാവിന്റെ കഥ രാജാവ് കാണും, രാജാവിന് ഒരു പേര് കാണും, മന്ത്രി കാണും, മന്ത്രിക്ക് ഒരു പേര് കാണും. അപ്പൊ ആ പേരുകൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അപ്പൊ ആ പേരുകളും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പണ്ട് എന്താ പറയുക, നമ്മുടെ പണ്ട് ഇന്ന രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പകരമാണ് നമ്മുടെ കേരളത്തിലെ മഹോദയപുരത്തിലേക്ക് ഒരു രാജാവ് ഉണ്ടായിരുന്നു, പെരുമാൾ എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഭരിച്ചിരുന്നു എന്നുള്ള ആ രീതിയിൽ നിങ്ങൾ കഥയായിട്ട് പഠിക്കും. കേട്ടോ? ഇപ്പൊ അത് എളുപ്പമാണോ? ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, കഥ പോലെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് നമുക്ക് ഏറ്റവും പഠിക്കാനായിട്ടുള്ള എളുപ്പമായിട്ടുള്ള ഒരു മാർഗം.